ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഓരോ അച്ഛനോടും വിശ്വാസി പറയുമ്പോൾ അച്ഛനെ കർത്താവായ ഈശോമിശിഹായുടെ സ്ഥാനത്താണ് അവർ പ്രതിഷ്ഠിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ വലിയ ഓർമ്മയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ ഓർമ്മ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുതുക്കിക്കൊണ്ടിരിക്കും. ഈ നിത്യമായ ഓർമ്മയിൽ എന്നെന്നും കഴിയാനുള്ളവരാണ് നമ്മൾ. കർത്താവായ ഈശോമിശിഹായുടെ ഓർമ്മ പുനരുത്ഥാനത്തിലൂടെ നിത്യമായി തീർന്നതുപോലെ നമ്മുടെ മരിച്ചവരുടെ ഓർമ്മയും കർത്താവായ ഈശോമിശിഹായിലൂടെ നിത്യമായി തീരുകയാണ്. നമ്മൾ നിത്യ സൗഭാഗ്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ദൈവമായ പിതാവിൻ്റെയും രക്ഷകനായ ഈശോമിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നിത്യതയിലുള്ള ഓർമ്മയിൽ ചെന്ന് കയറിപ്പറ്റുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത സാഫല്യമാണ്. അതാണ് ചുരക്കാട്ടച്ചനിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ജി ഓലായത്തിലച്ഛൻ എന്നെ സ്വാഗതം ചെയ്ത് പറഞ്ഞ സന്ദർഭത്തിൽ ഞങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അത് ശരിയാണ്, 100% ശരിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ബഹുമാനപ്പെട്ട ഓലായത്തിലച്ഛൻ മനോഹരമായിട്ട് കൈക്കാരന്മാരുടെയും മറ്റുള്ളവരുടെയും എല്ലാം സഹകരണത്തോടുകൂടി നവീകരിച്ച് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ഖുർആനെ അർപ്പിക്കാൻ ആഗ്രഹിച്ചു. അത് നടക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഞാൻ വരുന്നു എന്നറിഞ്ഞ് ബഹുമാനപ്പെട്ട ജോർജ് ചുരക്കാട്ടച്ചൻ ഇവിടെ വരികയും വീൽ ചെയറിലിരുന്ന് ആ വിശുദ്ധ കുർബാനയിൽ കോൺസെൽബ്രേറ്റ് ചെയ്യുകയും ചെയ്തു സഹകാർമ്മികനായിട്ട്. അതാണ് ഞങ്ങൾ അവസാനം അച്ഛനെ നേരിൽ കണ്ട സന്ദർഭം. ഞാൻ പലർ വഴിയും അച്ഛനെ ഇവിടെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അച്ഛനെ പ്രീസ്റ്റ് ഹോമിൽ ചെന്ന് അതിനു മുമ്പ് ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ എല്ലാവരും വഴി അന്വേഷണങ്ങളെ എനിക്ക് തരുമായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം POCയിലെ ഞങ്ങളുടെ ഒന്നിച്ചുള്ള 3.5 വർഷത്തെ ജീവിതമാണ്. ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇന്ന് വരികിലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ എന്നേക്കാൾ ഉന്നതമായ ഒരു ശുശ്രൂഷയാണ് അവിടെ ചെയ്തിരുന്നത്. ഡയറക്ടർ അച്ഛനോട് ചേർന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ വിശ്വാസ പരിശീലനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു വൈദികനായിരുന്നു. അപ്പോഴെനിക്ക് മാർഗദർശനം നൽകുന്ന രീതിയിലായിരുന്നു അച്ഛൻ്റെ എല്ലാവിധത്തിലുമുള്ള എന്നോടുള്ള പെരുമാറ്റം. അച്ഛൻ വളരെയേറെ നന്മകളുടെ ഒരു വിളനിലമാണ്. അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അച്ഛൻ്റെ ചില നന്മകളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലും പകർത്തിയിട്ടുണ്ട്. അച്ഛൻ എല്ലാവിധ വാഹനങ്ങളും ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സർവ ശകട സാരഥി എന്നായിരുന്നു. മോട്ടോർ ബൈക്ക് ഓടിക്കും, കാർ ഓടിക്കും, ജീപ്പ് ഓടിക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള മോട്ടോർ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞ് ഓരോ ദിവസവും വരുമ്പോൾ അതിനെ നന്നായിട്ട് കഴുകി തുടച്ച് മിനുക്കി ഒരു ഷോറൂമിൽ വെച്ചിരിക്കുന്ന മോട്ടോർ ബൈക്ക് പോലെയാണ് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരമുള്ള ഒരു ശ്രദ്ധ അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടായിരുന്നു. ഏർപ്പെടുത്തപ്പെടുന്ന ആ ജോലികളിൽ 100% പ്രതിബദ്ധതയാണ് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛന്. അതാണ് ഞാൻ അച്ഛനിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട ഗുണം. 100% പ്രതിബദ്ധത. ഒരു സമയവും അല്ലെങ്കിൽ ഒരു ശക്തിയും വിടാതെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം നിലകൊള്ളുമായിരുന്നു. അത് ഞങ്ങൾക്കൊരു ശക്തിയായിരുന്നു. POCയിലുള്ള എല്ലാ വൈദികരും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് ചുരക്കാട്ടച്ചൻ. കാരണം എല്ലാവരുടെയും വായിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത് ചുരക്കാട്ടച്ചൻ്റെ അങ്ങോട്ട് പറയാം എന്നാണ് പറഞ്ഞിരുന്നത്, ഡയറക്ടർ അച്ഛൻ പോലും. അപ്പോഴങ്ങനെ ഞങ്ങളെ എല്ലാവരെയും യോജിപ്പിച്ച് വളരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കൊണ്ടുപോകുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആകർഷണം എന്താണെന്ന് ചോദിച്ചാൽ 100% ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ സ്വഭാവശുദ്ധി അത് അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോടെ അടുക്കാനും അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധമായ
ജീവിതത്തോടെ ബന്ധപ്പെടുവാനും ഒക്കെ അനേകർ ആഗ്രഹിക്കുമായിരുന്നു POCയിലായിരുന്ന കാലത്തും പിന്നീടും. അതുപോലെ തന്നെ സമർപ്പിത ജീവിതക്കാരായ സിസ്റ്റേഴ്സിനോട് അച്ഛന് വലിയ ബഹുമാനമായിരുന്നു. സാധാരണ സിസ്റ്റേഴ്സിനെ ബഹുമാനിക്കുന്ന അച്ഛന്മാർ അധികം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അച്ഛന് വലിയ ബഹുമാനമായിരുന്നു. അവരോട് സംസാരിക്കുന്ന രീതി, അവരെ നമ്മളെ അച്ഛന്മാരുടെ പെങ്ങന്മാരെ പോലെ കരുതണമെന്നൊക്കെ പറയുകയും അവരുടെ ആവശ്യങ്ങളിലൊക്കെ എപ്പോഴും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് ചൂരക്കാട്ടച്ചൻ. പിന്നീട് അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ടവരോടും രോഗികളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സമർപ്പണ മനോഭാവം. ആരെങ്കിലും ബന്ധത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അടുപ്പമുള്ളവരോ സുഹൃത്തുക്കളോ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഒക്കെ ഏതെങ്കിലും സ്ഥലത്ത് രോഗിയാണെന്നറിഞ്ഞാൽ ഉടനെ വണ്ടിയും എടുത്ത് പോയി അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ രോഗികളോടും പാവപ്പെട്ടവരോടുമുള്ള ചൈതന്യം സ്വന്തം ജീവിതശൈലിയാക്കിയവനായിരുന്നു ചൂരക്കാട്ടച്ചൻ. ചൂരക്കാട്ടച്ചൻ POCയിലെ പ്രാർത്ഥനയുടെ നേതാവുമായിരുന്നു. കാരണം എല്ലാ ദിവസവും അവിടെ പ്രാർത്ഥന നടത്തപ്പെടണമെന്നും ആ പ്രാർത്ഥനയിൽ എല്ലാവരും സംബന്ധിക്കണമെന്നുമുള്ള ആ കാര്യം എപ്പോഴും ആവർത്തിച്ച് പറയുകയും അതവിടെ പ്രാവർത്തികമാക്കുകയും ആക്കാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്തിരുന്ന ആളാണ് ചൂരക്കാട്ടച്ചൻ. ഇനി ചൂരക്കാട്ടച്ചനുള്ള മറ്റൊരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കലഹിക്കുന്നവരെ അനുരഞ്ജിതരാക്കാൻ ഏറ്റവും പറ്റിയ ആളായിരുന്നു ജോർജ് അച്ഛൻ. POCയിൽ കലഹമുണ്ടായിരുന്നെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലും കലഹമുണ്ടെങ്കിൽ അച്ഛന്മാർ തമ്മിൽ ഉണ്ടാകാമല്ലോ. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനും തമ്മിൽ, ഇനി അൽമായർ തമ്മിൽ, ഏതെങ്കിലും വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ ആ POCയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാവരും അച്ഛനെ അഭയം ഗമിച്ചിരുന്നു. ഞങ്ങളും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഗുണങ്ങളുടെ ഒരു വിളനിലമാണ് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ. ആ ജോർജ് അച്ഛൻ്റെ ഈ നിര്യാണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛൻ തീർച്ചയായിട്ടും ഇപ്പോൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. അവിടെ അച്ഛൻ ത്രിയേക ദൈവത്തിൻ്റേതായ ആ വലിയ ദൈവീക വിശുദ്ധിയിൽ പങ്കുചേർന്ന് കഴിഞ്ഞു. മാലാഖമാരോടും വിശുദ്ധരോടുമൊത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരനുഭവത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ വലിയ അർപ്പണങ്ങളിലുമെല്ലാം ജോർജ് ചൂരക്കാട്ടച്ചൻ ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നേ ദിവസം ഇവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അച്ഛൻ്റെ മരണം എന്നെ ആദ്യം അറിയിച്ചത് അഭിമന്യ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് തന്നെയാണ്. പിതാവ് മരിച്ചു കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഹൃദയ ബന്ധം പിതാവ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പാലായിൽ വരുമ്പോഴെല്ലാം അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിതാവിനോട് ചോദിക്കുമായിരുന്നു. അഭിമന്യ വലിയ പിതാവും ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവും അതുപോലെ തന്നെ എനിക്ക് അച്ഛനോടുള്ള അടുപ്പം വെച്ച് ചൂരക്കാട്ടച്ചനെ കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഉള്ള ആ ഒരു ബന്ധം ഈ രണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് കല്ലറിങ്ങാട്ട് പിതാവിനോട് പറഞ്ഞു, ഈ അവസാനത്തെ ശുശ്രൂഷ വന്ന് പിതാവ് നടത്തിയാൽ നന്നായിരിക്കുമെന്ന്. എനിക്ക് വേറെ ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് വരികയില്ല. അതിനെല്ലാം ഒരു നീക്കുപോക്കുണ്ടാക്കി ഞാൻ വന്നതാണ്. തീർച്ചയായിട്ടും വളരെയേറെ സംതൃപ്തിയോടുകൂടിയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അഭിമന്യ പിതാക്കന്മാർ രണ്ടുപേരും കല്ലറിങ്ങാട്ട് പിതാവിനോടൊപ്പം ഉണ്ട്. അങ്ങാടിയത്ത് പിതാവും കല്ലമ്പറമ്പി പിതാവും, അങ്ങനെ പിതാക്കന്മാരെല്ലാവരും കൂടിയ ഈ വലിയ ശുശ്രൂഷയിലെ പങ്കുചേരാൻ അച്ഛന്മാർ പതിവായിരിക്കുന്നത് പോലെ പാലായിലെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു വലിയ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഏതായാലും ഈ ജോർജ് ചൂരക്കാട്ടച്ചൻ നമ്മുടെ രൂപതയ്ക്ക് മാത്രമല്ല മലബാർ സഭയ്ക്കും കേരളത്തിലെ സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കും വലിയൊരു സമ്പത്തായിരുന്നു എന്ന് എത്രയോ പേരുന്ന ദിവസം അച്ഛനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെയേറെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. പ്രായോഗികതയുടെ ഒരു വലിയ സമ്രാട്ടാണ് നമ്മുടെ ചൂരക്കാട്ടച്ചൻ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛനോട് ചെന്ന് കൺസൾട്ട് ചെയ്താൽ അച്ഛൻ അതിൻ്റെ പ്രായോഗികമായ വശം പറഞ്ഞു തരുമായിരുന്നു. ഞാൻ മെത്രാനായതിനു ശേഷവും അച്ഛനോട് അങ്ങനെയൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത് ഇനി ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ലാത്തത് കൊണ്ടാണ്. വളരെയേറെ
കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അച്ഛനെക്കുറിച്ച് പറയാൻ സാധിക്കും. മരണം നമുക്ക് ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം തുറന്നു തരുന്ന കവാടമാണല്ലോ. അതുകൊണ്ട് നമ്മൾ നിത്യമായിട്ട് മരിക്കുന്നില്ല ഒരിക്കലും. ക്രൈസ്തവരായ നമ്മൾ മാമോദീസായിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിത്യതയിൽ ജീവിക്കുന്നവരാണ്. നിത്യതയുടെ സമയത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് മാത്രം. ഒരു നിമിഷത്തിൽ എന്നതുപോലെ ദൈവം കാണുമ്പോൾ നമ്മെ എല്ലാവരെയും കർത്താവ് കാണുന്നുണ്ട്. ആ നിത്യതയിൽ ആ കാഴ്ച നേരിട്ട് കാണുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറേ കാലമായിട്ട് കാല് മുറിച്ച ആ അനുഭവമൊക്കെ ഉണ്ടായപ്പോൾ വാസ്തവത്തിൽ എനിക്കും അത് വളരെ ഹൃദയഭേദകമായിരുന്നു. പക്ഷേ അച്ഛനതെല്ലാം സമചിത്തതയോടുകൂടി, സഹജമായിട്ടുള്ള പക്വതയോടുകൂടി, വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിൽ കർത്താവിൻ്റെ പരിപാലനത്തിൽ തന്നെ സമർപ്പിച്ച് അദ്ദേഹം അത് എന്നോട് ഫോണിൽ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ ആശ്വാസമുണ്ടായി. അത്രമാത്രം ആഴമായിട്ടുള്ള ഒരു സമർപ്പണ മനോഭാവം തനിക്ക് തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടെന്ന് അച്ഛൻ വ്യക്തമാക്കുകയായിരുന്നു അതുവഴി ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ തൻ്റെ ഈ സഹനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചു. അതിൻ്റെ ഫലവും ഉണ്ടായി. ഈ ചൂരക്കാട്ട് കുടുംബത്തിൽ അച്ഛൻ്റെ സ്വന്തം സഹോദരൻ്റെ മകൻ ജോർജ് കുട്ടി അച്ഛനുണ്ട്. അതുപോലെ തന്നെ വേറെയും മറ്റ് അകന്ന ബന്ധത്തിലുള്ള വൈദിക സഹോദരന്മാരുണ്ട്. എല്ലാവരോടും കുടുംബത്തോട് പ്രത്യേകിച്ചും അതുപോലെ തന്നെ വൈദികഗണത്തോട് സവിശേഷമായിട്ടും അഭിയന്ത പിതാവിനോടും ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുകയാണ്. വൈദികരാണ് വാസ്തവത്തിൽ ഒരു രൂപതയുടെ നട്ടെല്ല്. അതിന് താങ്ങായിട്ട് നിൽക്കുന്നയാളാണ് മെത്രാൻ ശിരസ്സാണെങ്കിൽ നട്ടെല്ല് വൈദികരാണ്. അവയവങ്ങളാണ് ആത്മായ സഹോദരങ്ങളും അതുപോലെ തന്നെ സമർപ്പിതരായിട്ടുള്ളവർ. അങ്ങനെയുള്ള ആ കൂട്ടായ്മ വളരെ ശക്തമായി നിൽക്കുന്ന ഈ രൂപതയിൽ ഈ ജോർജ് ചൂരക്കാട്ടച്ചൻ വികാരി ജനറലായിട്ട് വരെ ശുശ്രൂഷ ചെയ്തു. മറ്റു പല ഉത്തരവാദിത്വങ്ങളും പിതാക്കന്മാർ അദ്ദേഹത്തിന് കൊടുത്തു. പിതാക്കന്മാരോടുള്ള വിധേയത്വത്തിൽ 100% മാർക്ക് നമുക്ക് ജോർജ് ചൂരക്കാട്ടച്ചന് കൊടുക്കാൻ സാധിക്കും. ഒരു മെത്രാനെക്കുറിച്ച് പോലും പൊതുവേദികളിൽ സാധാരണ വൈദികർ സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു മെത്രാനെക്കുറിച്ച് പോലും തൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്ത, താൻ ആഗ്രഹിക്കാത്ത ശൈലിയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു മെത്രാനെക്കുറിച്ച് പോലും ഒരു കമൻ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായിട്ടുള്ള വാക്ക് ഒരിക്കലും അച്ഛൻ്റെ വാക്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല. POC പോലെയുള്ള പൊതുവേദികളിൽ എപ്പോഴും നമ്മൾ മെത്രാന്മാരോട് വളരെയേറെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. അവർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദരവും അദ്ദേഹത്തിൻ്റെ അവരെ സ്വീകരിക്കുവാനുള്ള തത്രപ്പാടുമെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ശക്തി. സഭയുടെ ഹൈറാർക്കിയിൽ നമ്മൾ ശരണം വെച്ച് നമ്മൾ പരസ്പരം ശക്തിപ്പെടുത്തി കർത്താവിൻ്റെ സഭയുടെ കൂട്ടായ്മ ഈ ലോകത്തിൽ പ്രകാശിതമാക്കുമ്പോൾ ദൈവം മഹത്വീകരിക്കപ്പെടുകയാണ്. നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ജീവിത ദൗത്യം നിർവഹിക്കുകയാണ്. അതുവഴിയായിട്ട് നമ്മൾ ഇഹത്തിലും പരത്തിലും സമ്മാനിതരാകുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ചൂരക്കാട്ടച്ചനോട് ഞാൻ ഇവിടെ പറയുന്നു. അച്ഛൻ നമ്മളോട് പറയുകയല്ല, നമ്മൾ അദ്ദേഹത്തോടാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിലിരുന്ന് അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.